life. You wanna try many things as time fly. You would dream, reaching the skies and living a better life. You see, you could be what you want to weep. We do make dreams. Action! നീന ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് സ്പാനിഷ് മസാലയുടെ പാട്ട് എഴുതാൻ വന്നതാണ് വേണു. അത് കഴിഞ്ഞ് എപ്പോഴോ ഒരു വൈകുന്നേരത്തെ കൂടലിനിടയിലാണ് നീനയെക്കുറിച്ച് പറയുന്നത്. ഒരു 2-3 വരിയിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ ഒരു തീം. അപ്പോൾ ഞാൻ അന്ന് വേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് രസമുണ്ട്, എഴുതി നോക്കാം, നമുക്ക് എഴുതി നോക്കിയിട്ട് അതൊരു സിനിമയാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആലോചിക്കാം, കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വേണു വിളിച്ചു. വേണു ഞാനും തമ്മിൽ കണ്ടു. അപ്പോൾ വേണുവിന് പറയാൻ ഒരു പൂർണ്ണ രൂപത്തിലൊരു കഥയുണ്ടായിരുന്നു. അപ്പോൾ ആ കഥ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് വേണുവിൻ്റെ അതിനോടുള്ളൊരു അപ്രോച്ചാണ് എനിക്ക് ഇഷ്ടമായത്. കാരണം ഞാനൊരു ഗ്രാമീണ ജീവിതമുള്ള ആളാണ്. ഞാനൊരു സിനിമയിൽ വന്നതിന് ശേഷമാണ് നഗരവുമായിട്ട് പരിചയപ്പെടുന്നതും നഗരങ്ങൾ പരിചിതമാവുന്നതും നാഗരിക ജീവിതം കാണാൻ തുടങ്ങുന്നതൊക്കെ സിനിമയിൽ വന്നതിന് ശേഷം. അപ്പോൾ വേണു പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എനിക്ക് പുതിയതായിരുന്നു. അവരുടെ ജീവിതം ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, അത്തരം ആളുകളായിട്ട് ഞാൻ ഇടപഴകിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പറയേണ്ട കഥയാണെന്നും പറയേണ്ട ഒരു പുതിയ ആംഗിളാണെന്നുള്ളതും തോന്നിയതുകൊണ്ടാണ് നീനയിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നീട് വേണു അതിൻ്റെ തിരക്കഥ എഴുതി. ഒരു തവണ മുഴുവൻ എഴുതിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇരുന്നു. അപ്പോൾ ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഉള്ള പരിചയക്കുറവിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തിരക്കഥ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. മാറ്റിവെച്ചതിന് ശേഷം വീണ്ടും വേണു വായിക്കും. അപ്പോൾ വേണുവിന് ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടാന്ന് തോന്നും, ആ തോന്നുന്ന സാധനങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അങ്ങനെ ആ പ്രോസസ്സ് ഏതാണ്ട് 3-4 വർഷം ആയി. ശരിക്കും 2013 നടക്കുമെന്ന് വേണു വിചാരിച്ചിരുന്ന പ്രോജക്റ്റാണ് ഇപ്പോൾ 2015 നടന്നത്. നീന ഈ സമയത്ത് പറയേണ്ട ഒരു കഥയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പല ചെറുപ്പക്കാരുടെ കുടുംബ ജീവിതങ്ങളും വളരെ ഈസി ആയിട്ട് ഇല്ലാതാവുന്നതും വേണ്ടാന്ന് പരസ്പരം തീരുമാനിച്ച് വേണ്ടാന്ന് വയ്ക്കുന്നതും ഒക്കെ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീനയെ പോലൊരു സിനിമ വേണമെന്ന് എനിക്ക് തോന്നി. ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ജോമോനോട് ഈ നീന എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, ഒരു ചെറിയ സബ്ജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മിക്കവാറും അതിന് പ്രൊഡ്യൂസേഴ്സിനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് വേണം സാമ്പത്തികമായിട്ടൊക്കെ, കുറച്ച് റിസ്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ജോ എന്താ കഥ എന്ന് വെച്ച് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ ജോ ചോദിച്ചു, ഇതാരാണ് നായകനായിട്ട് ആരാ അഭിനയിക്കാൻ പോകുന്നതെന്ന് വെച്ചു. ഞാൻ നായകനെ ഫിക്സ് ചെയ്തിട്ടില്ല, നമുക്ക് മെയിൻ ഹീറോസിൽ നിന്ന് ആരെങ്കിലും നോക്കണമെന്നുണ്ട്. പക്ഷേ അവർ കൺവിൻസ്ഡ് ആവണം, ഈ സിനിമയുടെ ഒരു ബഡ്ജറ്റിലേക്ക് അവർ കൺവിൻസ്ഡ് ആയിട്ട് അവരവരുടെ സാലറിയിലൊക്കെ എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും, എന്നാലേ അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഷൂട്ട് ചെയ്ത് അയാൾ ഞാനും തമ്മിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ആയിരുന്നു. നടൻ സാദിക്ക് ചെയ്യേണ്ടിയിരുന്ന റോള് പെട്ടെന്ന് സാദിക്കിന് എത്താൻ പറ്റാത്തതുകൊണ്ട് ആരാണ് പകരം എന്ന് അന്വേഷിച്ചപ്പോൾ എന്നാൽ അവനെ വിജയബാബുവിനെ വിളിക്കാമെന്ന് കരുതിയിട്ട് വിജയബാബുവിനെ വിളിച്ചു. വിജയബാബു അതിലൊരു എസ് പിയുടെ റോൾ, ഒരു 3 സീൻ വളരെ ഈസി ആയിട്ട് എല്ലാ ഫസ്റ്റ് ടേക്കും ഒക്കെ ആയിട്ട് 3 സീൻ ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾ ആ സീനുകൾ തീർത്തിട്ട് വരുന്ന വഴിയിലാണ് ഈ ഡിസ്കഷൻ ഉണ്ടായത്. അപ്പോൾ ജോ പറഞ്ഞു, എന്തുകൊണ്ട് ഈ വിജയബാബുവിനെ ആലോചിച്ചുകൂടാ, പുള്ളിനെ കുറച്ച്, ഞാൻ വിജയബാബു വളരെ യങ്ങല്ലേ, പറഞ്ഞാൽ അതൊരു കുറച്ച് ചെറിയ സപ്പോർട്ടൊക്കെ മേക്കപ്പിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഈ പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു രൂപത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും. അയാൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കണ്ടില്ലേ, അങ്ങനത്തെ ആൾക്കാരല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, VPയുടെ ക്യാരക്ടർ ഒരു ബോംബെയിലൊക്കെ 10 വർഷം വർക്ക് ചെയ്ത് നാട്ടിലേക്ക് വരുന്ന ഒരാളാണ്. ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള ഒരു മേഖലയിലാണ് അയാൾ നിൽക്കുന്നത്.
അപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജിലും ബിഹേവിയറിലും അയാളുടെ ലുക്സിലും ഒക്കെ ഒരു അർബൻ ലുക്ക്, പക്ക അർബൻ ലുക്ക് ഉണ്ട് അയാൾക്ക്. ആ ക്യാരക്ടറും മാച്ച് ചെയ്യുമെന്ന് തോന്നി. അങ്ങനെയാണ് വിജയബാബുവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നീനയായിരുന്നു. നീനയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ആദ്യത്തെ ഫേസിലേക്ക് വേണ്ട ടോംബോയിഷ് ആയിട്ടുള്ള പെൺകുട്ടിയായിട്ട് അഭിനയിക്കാൻ ഞാൻ ഒരു 10-80ഓളം കുട്ടികളെ നമ്മൾ ഓഡിഷൻ ചെയ്തു. പലരും ഈ ആദ്യ ഭാഗത്ത് ടോംബോയിഷ് നീനയ്ക്ക് അനുയോജ്യരായിരുന്നു. പക്ഷേ നമ്മൾ ഫേസ് ചെയ്തിരുന്നൊരു ഇഷ്യൂ, ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ ഈ പെൺകുട്ടിയോട് തോന്നേണ്ട ഒരു അടുപ്പവും അനുകമ്പയും ഒക്കെ അവർക്ക് കിട്ടുമോയെന്ന് അവരുടെ ലുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 20 ദിവസങ്ങൾക്ക് മുൻപാണ് ദീപ്തി സതി എന്ന് പറയുന്ന ആൾ ബോംബെയിൽ നിന്ന് വരുന്നതും മുടി വെട്ടാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് ദീപ്തിയിലേക്ക് എത്തുന്നത്, നീനയുടെ കാസ്റ്റിംഗ് നടത്തുന്നത്. അതിനു മുമ്പ് നളിനിയായിട്ട് ആൻ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ആൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നീട് സിനിമയിലൊന്നും അഭിനയിക്കാതെ മാറി നിൽക്കരുത്, പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആനും സ്ക്രിപ്റ്റൊക്കെ വായിച്ച് നളിനിയുടെ ക്യാരക്ടർ മനസ്സിലായപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് എത്തിയത്. കവരും ഇളം കാറ്റേ, ഈ വഴി പോരൂ കാറ്റേ, വെറുതെ അലയാതെ, ആരും കാണാത്തണു വിരലാലെ കനിവോടെ, നീറും നെഞ്ചിൽ തഴുകാമോ അലിവോടെ. നായികയെ ഞാനിങ്ങനെ ഫിക്സ് ചെയ്യാണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ വിജയബാബുവിന് ചെറിയ ഭയം ആരംഭിച്ചു. കാരണം ഈ നായികയെ കിട്ടാത്തതുകൊണ്ട് ഈ പടം കാണും നീണ്ടുപോയി, ഞാൻ വേറെ വല്ല പടത്തിലേക്കും പോവോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം ഭയങ്കര ഫ്രാൻറ്റിക്കായിട്ട് എല്ലാവരും പല ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് ദീപ്തിയുടെ കാര്യം എന്നോട് മുൻപ് പറയും, എനിക്ക് അവരുടെ ഫോട്ടോ അയച്ചു തരികയും ചെയ്തിരുന്നു. അത് ഈ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ ഫോട്ടോസ് കാണുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്കൊരാളുടെ, പിന്നെ അതും നല്ല മുടിയും ഒക്കെയുള്ള, അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത്ര ഇതിന് ക്യാരക്ടറിന് പറ്റില്ല എന്ന് തോന്നി ഞാൻ നിരാകരിച്ച ഫോട്ടോകളിലൊന്നായിരുന്നു അത്. പക്ഷേ പിന്നീട് എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത രാജേഷ് വിജയബാബുവിനോട് പറഞ്ഞു, ലാൽചേട്ടൻ്റെ അടുത്ത് വന്ന ഫോട്ടോസിൽ പുള്ളി വേണ്ടാന്ന് വെച്ചൊരു മോഡലുണ്ട്, ആ കുട്ടി നല്ലതാണ് ശരിക്ക്, അത് മിസ് കേരളയ്ക്ക് അവരെ ഗ്രൂം ചെയ്ത് രാജേഷിൻ്റെ വൈഫായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള കുട്ടിയാണ്, പറഞ്ഞു കേട്ടിടത്തോളം ഈ കഥാപാത്രത്തിന് പറ്റാവുന്ന ഒരാളാണ് എന്ന് അവർ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ശരി എന്നാൽ വരട്ടെ നോക്കാമെന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്ന് വേറെ 2 കുട്ടികൾ ഇതിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ആ ദിവസം തന്നെയാണ് ദീപ്തി വരുന്നത്. അപ്പോൾ ദീപ്തി വരുന്നതിന് മുമ്പ് വിജയബാബു ഒരു ചെറിയ ട്യൂഷൻ കൊടുത്തിരുന്നു. അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. വിജയബാബു ഇവരെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന, മദ്യപിക്കുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര ടോംബോയിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ് സാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്മോക്ക് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കണം. അപ്പോൾ ദീപ്തി സ്മോക്ക് ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാൽ മതി, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ചോദിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദീപ്തി വന്നു. ദീപ്തിയോട് അവർ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടത് ഒരു സിഗരറ്റ് പാക്കറ്റ് പാൻസിൻ്റെ ബാക്ക് പോക്കറ്റിൽ വെച്ചിട്ട് ഒരാളെ കാത്തു നിൽക്കുന്നു. ആ കാത്തു നിൽക്കുന്നതിനിടയിൽ അക്ഷമയോട് കൂടിയിട്ട് നിൽക്കുന്നതിനിടയിൽ ഈ പാക്കറ്റ് എടുക്കുകയും തുറക്കുകയും സിഗരറ്റ് എടുക്കുകയും അത് ഇതിൽ തട്ടുകയും അത് ചുണ്ടിൽ വയ്ക്കുകയും ലൈറ്റർ എടുക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്ത് കാണിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ചെയ്തപ്പോഴുള്ള അവളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് നീനാവാൻ പറ്റും എന്നെനിക്ക് എന്നെ തോന്നിപ്പിച്ചത്. പിന്നെ വേറൊരു തരം മുഖമുണ്ട് അവൾക്ക്. അത് 2 തരത്തിലും ഈ ടോംബോയിഷ് ആവുകയും അല്ലെങ്കിൽ ഇത്തിരി ടഫ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഗൗരവമുണ്ടാവുന്ന ഒരു മുഖമുണ്ട്. സോഫ്റ്റ് ആവുമ്പോൾ ഒരു ആർദ്രത അനുഭവപ്പെടുന്ന മുഖമുണ്ട്. അപ്പോൾ അത് 2ഉം നീനയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഒരേ ഒരു സംശയം ഉണ്ടായത്, ഇവർ മുടിയൊക്കെ ക്ലിപ്പ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ക്ലിപ്പ് ഊരിയപ്പോൾ ഈ വെള്ളച്ചാട്ടം പോലെ മനോഹരമായ മുടി
അപ്പോൾ അത് കണ്ടോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യേണ്ട, കാരണം അവർ ബേസിക്കലി പ്രൊഫഷണലി അവരൊരു മോഡലാണ്. അപ്പോൾ മുടിയൊക്കെ അവർക്ക് വളരെ അത്യാവശ്യമാണ്. ഈ ഷാമ്പൂൻ്റെ ഒക്കെ പരസ്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആ മുടി വേണം, അവരൊരു ജീവിതമാർഗ്ഗമാണ് ആ മുടി. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് മുടി ബോയ് കട്ട് ചെയ്യണം, ഇത്രയും നല്ല മുടി കട്ട് ചെയ്യാൻ പറയാൻ എനിക്ക് വിഷമമുണ്ട്, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മുടി പെട്ടെന്ന് വളരും, ഞാൻ ഈ ക്യാരക്ടറിന് ഓക്കെ ആണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കേട്ടത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ കൊതിയുള്ളൊരു ക്യാരക്ടറാണെന്ന്. എല്ലാവരും മുടി വെട്ടാൻ വിരോധമില്ല എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ആദ്യത്തെ ഇതിൽ തന്നെ ഇഷ്ടമായിരുന്നു, അവരുടെ ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ എന്തായാലും അപ്പൊന്നും മറുപടി പറഞ്ഞില്ല. ഇവർ അഭിനയിച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ജോമോനെയും സ്ക്രിപ്റ്റ് റൈറ്റർ വേണുഗോപാലിനെയൊക്കെ കാണിച്ചപ്പോൾ അവർ ഫസ്റ്റ് ഇതിൽ തന്നെ അവർ പറഞ്ഞ ഇതാണ് നീന, ഇത് ഓക്കെയാണ്, നീ മുടി വെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. മുടി വെട്ടിയ കാരണം ഒരു ഫേസിൻ്റെ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് ബോയ് കട്ട് അവർക്ക് ഇണങ്ങുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പട്ടാ പകല് ബാറിൽ കയറിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ആണുങ്ങളുടെ ഹോസ്റ്റലിൽ കയറി ചീട്ട് കളിച്ചിട്ടുണ്ട്. പോലീസുകാരെ ചൊറിയാനായി കള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. പന്തയം വെച്ച് തെങ്ങിൽ വരെ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ കേറാത്തതായ ഒരു സ്ഥലമുണ്ട്, അടുക്കള. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. കാരണം എൻ്റെ കഴിഞ്ഞ ഒരു സിനിമയും ഇപ്പം പിന്നീട് ആളുകൾ നല്ലതെന്ന് പറഞ്ഞ സിനിമകളെ പോലും വെറുതെ വിട്ടിട്ടില്ല വിമർശകർ. വിചിത്രമായ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു വിമർശകൻ എഴുതിയത് ലാൽ ജോസ് ഒരു സവർണ ഹൈന്ദവ പക്ഷപാതിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ എന്നാണ്. ഡയമണ്ട് നെക്ലസ് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ലാൽ ജോസ് മലയാളത്തിലെ ഏറ്റവും വലിയ മെയിൽ ഷോവനിസ്റ്റാണെന്നാണ്. അപ്പോൾ എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് അറിയില്ല. ഈ മെയിൽ ഷോവനിസം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വിചിത്രമായ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് എൻ്റെ നല്ലതെന്ന് ഞാൻ കരുതുന്ന സിനിമകൾക്ക് പോലും. പക്ഷേ നീന ആ വിമർശകരെല്ലാം ഒരുപോലെ പ്രശംസിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒരു കാര്യം എനിക്കറിയാം, എന്നിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ കണ്ടിട്ട് വേറൊരു തരം സിനിമകളെ ആരാധിക്കുകയും സ്നേഹിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ വിമർശകരിൽ അധികവും. ഞാനിവിടെ കേരളത്തിൻ്റെ കമേഴ്ഷ്യൽ രംഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ അതിൻ്റെ വാണിജ്യ വിജയമൊക്കെ വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ ചെയ്ത സിനിമകളിൽ നിന്ന് മാറിയ ഒരു സിനിമ നീന ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു അതിനെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊരു നിർമ്മാതാവിനെ പോലും ആശ്രയിക്കാതിരുന്നത്. കാരണം ഈ സിനിമ എങ്ങനെ കമേഴ്ഷ്യലി സ്വീകരിക്കപ്പെടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിലൊരു റിസ്കിൻ്റെ എലമെൻറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു സിനിമ ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ അതിനെടുത്തത്. അപ്പം അത് അവർക്കൊക്കെ ഇഷ്ടമായി, അത് സന്തോഷമായി. കാരണം അവരുടെ റിവ്യൂസിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ട് തന്നെ നീന മാറി. നീനയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് വളരെ അതായത് ഒരു സിനിമയും വെറുതെ വിടാത്ത ക്രൂരമായി വിമർശിക്കുന്ന ആളുകൾ പോലും ഇത് കാണേണ്ട സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ അത് തിയേറ്ററിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. ഞാൻ അവരോടൊക്കെ നന്ദിയുള്ളവനാണ്. കാരണം നീന പോലൊരു സിനിമേനെ അവർ അറ്റാക്ക് ചെയ്യുകയും കൂടി ചെയ്തിരുന്നെങ്കിൽ നീനയുടെ പണി തീർന്നേനെ. നീന സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ നിലപാട്. അത് അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം നീന വളരെ സത്യസന്ധമായിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൽ ഇപ്പോൾ കത്തെഴുതിയ സിനിമകളൊന്നും സത്യസന്ധമായിട്ട് ചെയ്തില്ല എന്നുള്ളതല്ല, നീനയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു കത്ത് എഴുതാൻ തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കങ്ങനെ എഴുതാൻ തോന്നിയില്ല. അതിൻ്റെ എനിക്ക് ചിലപ്പോൾ അത് എന്തായിരിക്കും അത് എനിക്ക് ശരിയാണ്. ഞാൻ കത്തെഴുതുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിക്രമാദിത്യന് വേണ്ടിയിട്ട് കത്തെഴുതുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു റിലീസ് ചെയ്യണ സമയത്ത്. അപ്പോൾ പ്രേക്ഷകരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അതുകൊണ്ടൊരു കത്ത് ആവശ്യമുണ്ടായിരുന്നു. അതിനു മുമ്പൊക്കെ എന്തെങ്കിലും പുതിയ ആളുകൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ എഴുതാറുള്ളത്. നീനയ്ക്ക് എന്തോ അത് എഴുതാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ
നീന അങ്ങനെ പറഞ്ഞു കാണിക്കേണ്ട കാര്യമില്ല. അത് ഇഷ്ടമുള്ള ആളുകൾ ആദ്യം കാണട്ടെ, അത് കഴിഞ്ഞിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എഴുതാതിരുന്നത് കൊണ്ട് ഒരുപാട് പേർ നീനയ്ക്ക് വേണ്ടി എഴുതി. അത് എന്തായാലും ഒരു നല്ല കാര്യമായി. അപ്പം അതങ്ങനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിൽ അങ്ങനെ ആളുകൾ നീനയ്ക്ക് വേണ്ടി എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് ആ സെയിം വേവ് ലെങ്ത്തിലുള്ള ആളുകളിലേക്ക് എത്തിക്കോളും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ എഴുതാതിരുന്നു. നീനയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പേടിച്ചു പോയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ നീനയുടെ ഇൻട്രൊഡക്ഷൻ സീനാണ്. ഇൻട്രൊഡക്ഷൻ സീനിൽ ഈ മദ്യം കത്തിച്ചിട്ട് വായിലേക്ക് ഒഴിക്കണം. ഈ പെൺകുട്ടി ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലാത്ത കുട്ടിയാണ്. ബാക്കി എല്ലാം വെള്ളമാണ് കുടിക്കുന്നത്. പക്ഷേ ഈ പർട്ടിക്കുലർ സാധനം കത്തണമെങ്കിൽ ഈ ഒറിജിനൽ മദ്യം തന്നെ ഒഴിക്കണം. ഞങ്ങൾ റഷ്യയിൽ നിന്ന് വരുമ്പോൾ ഇതിനുള്ള ഒരു സ്പെഷ്യൽ ബ്രാൻഡ് കൊണ്ടുവന്നിരുന്നു. അത് ഏറ്റവും സേഫായിട്ട് ചെയ്യാവുന്ന സാധനം. പക്ഷേ അവിടെയൊക്കെ അത് ചെയ്യുന്നത് സ്ട്രോ വെച്ചിട്ടാണ് കുടിക്കുന്നത്. ഈ ഫയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് സ്ട്രോ വെച്ചിട്ട് വലിച്ച് കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇതെങ്ങാനും ഒരു പെൺകുട്ടിയാണ്, അവരുടെ മുഖത്തെങ്ങാനും വല്ല പൊള്ളലും വരും, അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അവിടെയുള്ള ഇതിൻ്റെ എക്സ്പേർട്സൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ചിട്ടില്ല. ഇത്തരം അതിക്രമങ്ങളൊന്നും എനിക്ക് റിസ്കിനൊന്നും ഞാൻ പോകാറില്ല. അപ്പോൾ കണ്ടിട്ടുണ്ട് ഇത് ചെയ്യണത്. പക്ഷേ എന്നാലും പേടിയുണ്ട്, ഇത് പരിചിതമല്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനിടയിലാണ് ഈ വാട്സപ്പിൽ ഒരു ചെറിയ ഫിലിം ഇറങ്ങി. അതിൽ ഒരാൾ ഇത് ട്രൈ ചെയ്തിട്ട് അയാളുടെ നെഞ്ഞത്തെ രോമം മുഴുവൻ കത്തണത് ആണ് ആ ഷോട്ടിൽ. അതോടെ എനിക്കിത് ചെയ്യാൻ ഭയങ്കര പേടിയായി. അപ്പം ദീപ്തി പറഞ്ഞു, സാർ കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു, സാർ അവനും മദ്യപിക്കാത്ത ആളാണ്, അവനും ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല, പക്ഷെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ശരിക്കും ഞാനാണ് ദീപ്തിക്ക് ധൈര്യം കൊടുക്കാൻ അത് ചെയ്ത് കാണിക്കേണ്ടത്. പക്ഷേ എനിക്ക് ധൈര്യമില്ല. എനിക്ക് മീശയും താടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനങ്ങനെ തീ പിടിക്കുമെന്നൊക്കെയായിരുന്നു എൻ്റെ പേടിയാവും. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യനാണ് ആദ്യം അത് കത്തിച്ചിട്ട് കുടിച്ച് കാണിച്ചു. അപ്പം കുറച്ച് നേരം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിന്ന് അവനെന്താ സംഭവിക്കുന്നത്, ഒരു കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ദീപ്തി ചെയ്യുന്ന സമയത്ത് അതിനുള്ള അവരുടെ ഒരു പ്രിപ്പറേഷൻ ഞാൻ ഇപ്പോഴും മറക്കില്ല. കാരണം ഇതിൻ്റെ എന്തായാലും ഒരു പെൺകുട്ടിയാണ്, അവരിത് ചെയ്തിട്ടില്ലാത്തതാണ്. അപ്പം ഇത് കത്തിക്കുന്നത് വരെ ഉണ്ടായിരുന്ന മുഖമല്ല, കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഫേസിൽ കണ്ണുകളിലുണ്ടായിരുന്ന ഒരു പേടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോർമലായി ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അതിലേക്ക് നോക്കി പിന്നെ അതെടുത്ത് ഒഴിച്ച ആ വായിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു മൂമെൻറ്റിൽ വായുടെ ഉള്ളിൽ ബ്ലൂ ഫ്ലെയിംസ് ഇങ്ങനെ പുറത്തേക്ക് വന്നു. അത് ഞാൻ തലയ്ക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇത്തിരി കൂടുതലായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഷോട്ട് എടുത്തതിന് ശേഷം ഷോട്ട് എടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദീപ്തി പെട്ടെന്ന് ഇങ്ങനെ വായ ഇങ്ങനെ പൊത്തി. അപ്പം എനിക്ക് മനസ്സിലായി പൊള്ളിയിട്ടുണ്ടെന്നുണ്ട്. ഞാൻ അപ്പം തന്നെ അവിടെ ഒരു ഹോട്ടലിനെ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അവിടുന്ന് ഹണി കൊണ്ടുവരാൻ പറഞ്ഞ് പെട്ടെന്ന് പരട്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹണി പരട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്തോ ഇത്തിരി അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇത്തിരി കൂടുതൽ ചൂടുണ്ടായിരുന്നു. അവരുടെ ചുണ്ടിൻ്റെ സൈഡ് ചെറുതായിട്ട് പൊള്ളി. പക്ഷെ അപ്പം തന്നെ ഹണിയൊക്കെ അപ്ലൈ ചെയ്തിട്ടാണത്. അത് ഞാൻ ശരിക്കും ഭയന്ന് വരച്ചാൽ വലിയ റിസ്കി ഷോട്ടുകൾ നമ്മൾ ഫൈറ്റ് സീക്വൻസിനിടയിലൊക്കെ എടുത്തിട്ടുണ്ട്. അന്നൊക്കെ പേടിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പേടിച്ചത്. കാരണം ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരതയും ഞാൻ അവരോട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മനോഹരമായ മുടി മുറിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇനി അവരുടെ മുഖം പൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ആളുകൾ വെറുതെ വിടില്ല. എന്തായാലും ദൈവാനുഗ്രഹിച്ച് വേറെ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര മൃഗീയമായ വയലൻസും അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കൽ പെർഫെക്ഷനും പിന്നെ എന്താ പറയുക ഭയങ്കര ടെക്നിക്കൽ ഗിമ്മിക്സൊക്കെ ആവശ്യമുള്ള സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭയങ്കര ഇമാജിനേഷൻ ആവശ്യമുള്ള ചില സിനിമകളുണ്ട്. അത്
ഇപ്പോൾ ഈ അവതാർ എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഒരു സ്ഥലമൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് വേറെ തരം ക്യാരക്ടേഴ്സിനെയൊക്കെ സങ്കല്പിച്ചിട്ടൊക്കെ ചെയ്യുക. അതുപോലെ ഇപ്പോൾ മലയാളത്തിലും വേറൊരു ജോണർ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെ ചെയ്യുന്ന ചില സിനിമകളുണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ ഇപ്പോൾ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളി ചെയ്യുന്നുണ്ട്. അത്തരം സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അതിന് വേറൊരു ഇമാജിനേഷൻ വേണം. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് സാങ്കല്പികമായ കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ട് സാങ്കല്പികമായിട്ടുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ട് സിനിമ റിയൽ അല്ലാണ്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയും സംഭവങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാനാണ്. അത്തരം സിനിമകൾ എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു ഏരിയയാണ്. പിന്നെ ഒരു ഭയങ്കര ആക്ഷൻ ഫിലിം ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ത്രൂ ഔട്ട് ആക്ഷനുള്ളൊരു സിനിമ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ബാക്കി ഇതിൻ്റെ എല്ലാതും ഉള്ള സിനിമകൾ ചെയ്യണം തന്നെയാണ്. നമ്മളെ കൊതിപ്പിക്കുന്ന കഥകൾ നമുക്കിത് ചെയ്യണം, ഞാനിത് മുൻപ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാനൊരു കഥ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഞാനത് ചെയ്യാത്ത സബ്ജക്റ്റുകൾ വരുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. വെല്ലുവിളി എന്തായാലും വേണം. നമുക്ക് ഇതെങ്ങനെ ചെയ്യും എന്നുള്ള എന്നാൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു വിഷയം സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതിലാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഹ്യൂമർ സിനിമകൾ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ കൂടുതൽ വേണ്ടതാണ്. അവരുടെ പെർഫോമൻസിലും ഭയങ്കര കോൺട്രിബ്യൂഷൻസ് ആവശ്യമുണ്ട്. സീരിയസ് സിനിമകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് നമ്മളുടെ കയ്യിലേക്ക് ഒതുങ്ങും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറേ കൂടി ആളുകളെ, ആർട്ടിസ്റ്റുകളെ പക്ഷെ അതൊരു കംഫർട്ടിൻ്റെ റീസണല്ല. അതുകൊണ്ടൊരു പ്രത്യേക കംഫർട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല. ദിലീപ് നായകനാവുമെന്ന് ആദ്യം പ്രഡിക്റ്റ് ചെയ്ത ആൾ ഞാനാണ്. ശരിക്കും പറഞ്ഞാൽ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന കാലത്ത് ഏത് സിനിമയുടെ ഇടയിലായിരുന്നു അത് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. കമൽ സാറ് പറഞ്ഞു, സുരേഷ് ഗോപിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം, അതിനുള്ള കഥകൾ നിങ്ങളെല്ലാവരും ആലോചിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചിട്ട് എന്നോട് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും തച്ചിനിരുന്നിട്ട് ആലോചിക്കുകയാണ് സുരേഷ് ഗോപിക്ക് പറ്റിയ കഥകൾ എന്താണ്. പക്ഷേ എനിക്ക് അങ്ങനെ അന്ന് സുരേഷ് ഏട്ടന് പറ്റിയ കഥകളൊന്നും ആലോചിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കഥ ഞാൻ സാറിനോട് പോയി പറഞ്ഞു. അപ്പം സാറിന് കഥ ഇഷ്ടമായി. അപ്പോൾ ആരെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്തത്? ഇതിൽ സുരേഷിന് പറ്റില്ല, വേറെ ആരെയും ഇതിൽ കാസ്റ്റ് ചെയ്യാൻ നീ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ ഗസലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, വിനീതിനെയും പിന്നെ നമ്മുടെ ദിലീപിനെയാണ് ഞാൻ നായകന്മാരായിട്ട് വിചാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് അന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒറ്റ സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ ജൂനിയറായിട്ട് കമൽ സാറിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കമൽ സാർ പെട്ടെന്ന് ചിരിച്ചു പോയി, നമ്മുടെ ദിലീപോ വേണം, നമ്മുടെ ദിലീപ്. അപ്പോൾ പുള്ളി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയാട്ടോ, അവന് പറ്റും, അവന് കറക്റ്റായിരിക്കും അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കത് എങ്ങനെയെങ്കിലും സാറത് സിനിമയാക്കാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെളുവിൽ കഥാകൃത്ത് എന്നുള്ളൊരു പേര് അഡീഷണൽ വരും, അതിൻ്റെ ഒരു ഗമയിൽ കുറച്ച് കാലം നടക്കാമെന്നുള്ളതാണ്, അല്ലാണ്ട് മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. അന്ന് വൈകുന്നേരം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കമൽ സാറും ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു കമ്പനി ഫോം ചെയ്യാൻ പോവാണ്, ഒരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ഒരു സിനിമ കമൽ സാറായിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ. പക്ഷേ ആദ്യ സിനിമ കമൽ സാറാവും എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങളതൊന്ന് മാറ്റുകയാണ്. ആദ്യ സിനിമ നീയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, നീ പറഞ്ഞ ആ കഥ, നീ പറഞ്ഞ ആ കാസ്റ്റിങ്ങിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നീ ചെയ്തോളാം. ഞാൻ പണ്ട് സാമൂതിരിക്ക് നിലപാട് തറയിൽ തോന്നിയാൽ മതി, ഓടണോ അതോ തീരണോ എന്ന് പറയുന്ന ഒരവസ്ഥയിലായി പോയി. കാരണം ഡയറക്ഷനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഗുരുനാഥൻ തന്നെ പറയണത്, നീ എഴുതി, നീ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ഓഫർ. എൻ്റെ നല്ല കാലത്തിന് തന്നെ ആയിരിക്കും. അവരുടെ കമ്പനി അന്ന് ഫോം ചെയ്യൽ നടന്നില്ല, അതിനെന്തോ തടസ്സങ്ങൾ വന്നിട്ട്. അന്നങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂക്കാതെ പഴുത്ത മാങ്ങ പോലെ ആയിപ്പോയേനെ. പക്ഷെ ആദ്യമായിട്ട് അങ്ങനൊരു ഓഫർ ഗുരുനാഥനിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അതിലെ നായകൻ ദിലീപായിരുന്നു. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് ദിലീപ് ഒരു നായകനായി കാണണം എന്ന് തന്നെയാണ്. അതിന് വേറെ ഒരു കാരണമുണ്ട്. കാരണം
നമുക്ക് ഒക്കെ മറ്റ് വലിയ താരങ്ങളൊന്നും ഡേറ്റ് തന്നില്ലെങ്കിൽ ഇവനൊരു താരമായാൽ ഈ ബന്ധത്തിൻ്റെ പേരിലൊരു ഡേറ്റെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ, അല്ലാതെ അസൂയ ഒരിക്കലും തോന്നിയിട്ടില്ല. മീനത്തിൽ താലികെട്ടിൻ്റെ കഥ ഞാനായിരുന്നു. പിന്നെ കഥ കിട്ടിയില്ല, അതുകൊണ്ട്. ഇത് ഞാനൊരു ബേസിക്കലി ഒരു എഴുത്തുകാരനോ സാഹിത്യകാരനോ കവിയോ ചിത്രകാരനോ ഒന്നുമല്ല. ഒരു പേഴ്സണലായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കഴിവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതാണ് എൻ്റെ സ്ട്രെങ്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നല്ലൊരു ആസ്വാദകനാണ്. നല്ല ഒരു പെർഫോമൻസ് ഒരു സിംഗറിൻ്റെ ആയാലും ഒരു ചിത്രകാരൻ്റെ ആയാലും ഒരു കവിയുടെ ആണെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ ഒരു കഥയാണെങ്കിലും വായിച്ച് ആസ്വദിക്കാനും കണ്ട് ആസ്വദിക്കാനും ഉള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു കഴിവല്ലാതെ മറ്റെല്ലാം ആർജിതമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും ഈ ആളുകളെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു കഴിവും മാത്രമേ എന്നിലുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാത്തത്. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരു കൊച്ചു സിനിമയ്ക്ക്. കേരള കഫേയിലെ പുറം കാഴ്ചകൾ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഞാനാണ് എഴുതിയത്. അത് CV ശ്രീരാമൻ സാറിൻ്റെ ഒരു കഥ അധികരിച്ചിട്ട് ഞാനാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. അത് ആ കേരള കഫേയുടെ പ്രൊഡ്യൂസറായ രഞ്ജിത്ത് വായിച്ചിട്ട് ഇത് നല്ല സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ സന്തോഷം. 10 മിനിറ്റേ ഉള്ളുവെങ്കിലും ആ തിരക്കഥ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നിട്ടുള്ളൊരു ധൈര്യം ഉണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഫുൾ ഫീച്ചർ ഫിലിം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോൾ പറ്റുമെന്നറിയില്ല. പരാജയപ്പെട്ട പടങ്ങളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടതുകൊണ്ട് എനിക്ക് എൻ്റെ ആ സിനിമകൾ തള്ളി പറയാൻ പറ്റില്ല. കാരണം ആ സിനിമകളുടെ കഥയുണ്ടായപ്പോഴും അത് ഡെവലപ്പ് ചെയ്തപ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അത് സിനിമ തരുന്ന പണത്തിനോ പ്രശസ്തിക്കോ അപ്പുറത്ത് ഒരു സംവിധായകന് ആ സിനിമ കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അത് ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കമേഴ്ഷ്യലി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ തള്ളി പറയാൻ തയ്യാറല്ല. പക്ഷേ സ്പാനിഷ് മസാല എന്ന് പറയുന്ന സിനിമ സ്പെയിനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇട്ടിട്ട് ഓടാൻ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ടെക്നിക്കലായിട്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുണ്ടായ കുറേ പ്രശ്നങ്ങൾ, അവിടെ ചെന്ന് പെട്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് മുഴുവൻ കൂച്ചുവലങ്ങ് ഇട്ടിട്ട് നമ്മളോട് ഓടാൻ പറയുന്നത് പോലെയുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ വളരെ വളരെ അസ്വസ്ഥതയോട് കൂടിയിട്ട് ഞാൻ ചെയ്ത സിനിമയാണ്. ആ സിനിമ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്.